ട്രിവാൻഡ്രം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് തിരിച്ചടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വൈഷ്ണ സുരേഷിന്റെ പേരുണ്ടായേക്കില്ല. വോട്ട് ചേർക്കാനായി വൈഷ്ണ നൽകിയ മേൽവിലാസത്തിലെ വീട്ടു നമ്പർ മറ്റൊരു വ്യക്തിയുടേതാണ്. അപേക്ഷയിൽ നൽകിയിരിക്കുന്ന കെട്ടിട നമ്പറിൽ വൈഷ്ണയുടെ വോട്ട് ചേർക്കാൻ സാധിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. വൈഷ്ണ ലോക്സഭയിലും കള്ളവോട്ട് ചെയ്തുവെന്ന് CPIM മുട്ടട ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനേഷ് കുമാർ പരാതിപ്പെട്ടു. അമ്പലമുക്കിൽ താമസക്കാരിയായ വൈഷ്ണ സുരേഷ് മുട്ടട വാർഡിൽ നിന്നാണ് കോൺഗ്രസിന്റെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി വൈഷ്ണ സുരേഷ് നൽകിയിരിക്കുന്ന മേൽവിലാസം മുട്ടട വാർഡിലെ TC 18/564 എന്നാണ്. ഈ മേൽവിലാസത്തിലെ വീട്ടുനമ്പർ മറ്റൊരു വ്യക്തിയുടേതെന്ന് ചൂണ്ടിക്കാട്ടി CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനേഷ് കുമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. അറിഞ്ഞുകൊണ്ടാണ് കള്ളവോട്ട് ചേർത്തിരിക്കുന്നത്. വേറെ വോട്ടില്ല. അവർക്ക് വേണമെങ്കിൽ മുക്കിൽ ചേർക്കാം, അവർ താമസിക്കുന്ന സ്ഥലത്ത് ചേർക്കായിരുന്നല്ലോ. അതിൽ തർക്കമില്ല. പാർലമെന്റ് ഇലക്ഷനും കള്ളവോട്ട് ചെയ്തു. അത് നമ്മൾ ഇനിയിപ്പോൾ കളക്ടർക്ക് പരാതി കൊടുക്കും. മുട്ടട വാർഡിലെ TC 18/564 എന്ന നമ്പറുള്ള കെട്ടിടം റഹീം ഷാ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതെന്ന് നഗരസഭാ രേഖകൾ വ്യക്തമാക്കുന്നു. വൈഷ്ണയെ അറിയില്ലെന്നും വീട് ആർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ലെന്നും ഈ വിലാസത്തിൽ വോട്ട് ചേർക്കാൻ അനുവദിക്കരുതെന്നും വ്യക്തമാക്കി റഹീം ഷാ നഗരസഭാ അധികൃതർക്ക് കത്ത് നൽകി. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ വൈഷ്ണ മുട്ടട വാർഡിൽ താമസമില്ലെന്ന് വ്യക്തമായി. ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ മുട്ടട വാർഡിൽ താമസിക്കുന്നതിനുള്ള വാടക കരാറോ കെട്ടിടത്തിന്റെ വിവരങ്ങളോ വൈഷ്ണ ഹാജരാക്കിയില്ല. 18/564 എന്ന കെട്ടിട നമ്പറിൽ വൈഷ്ണയുടെ വോട്ട് ചേർക്കാൻ സാധിക്കില്ലെന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ വൈഷ്ണ സുരേഷിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകൂ.